സ്വർഗീയ വിരുന്ന് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്ക് പവർ വിഷൻ ടിവിയിൽ. സ്വർഗീയ വിരുന്ന് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്ക് പവർ വിഷൻ ടിവി. Will be an year of open doors. Doors which were closed, doors which were shut, God Himself is going to go ahead you and open not one door but the double door. അധികാരത്തിന്റെ താക്കോലുകൾ തോളിൽ വെക്കുന്നത് അനുഭവിക്കും. അതാരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കാൻ കഴിയുന്നവൻ സഭയുടെ മേലത് തരികയാണ്. Welcome to another day with the Holy Spirit. Welcome to another day with the all-powerful Holy Spirit on. Rise and shine. Enete pragashikya. Enete pragashikya. ഇന്ന് രാവിലെയും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൂടെ let us go on a journey. Let us go on a journey together. നമുക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടത്തിൽ യാത്രയ്ക്ക് പോവാം. Hey. നിന്മാർവിൽ ചാരി ഒരായിരം ദൂരം പോയിടാം, നിന്നോട് ചേർന്ന് ഭൂമി വാണിടാം. ഓ നിന്മാർവിൽ ചാരി ഒരായിരം. ഓ ഇനിയും ഹഷിക്കിയെ ഹാഹിസിയൻ സെറ. ഓ ഈസിയർ shine your light and let the whole world sing, singing for the glory of the risen King. Amen. Shine your light and let the whole world sing. We sing glory, glory to the it's our God. Yeshua,
വാസമോ എന്നാഗ്രഹമായി നിന്നുള്ളിലെ അറകളോ എൻ കൃപയുമായി പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ഈ ആരാധനയുടെ ഇടയിൽ ഇപ്പോൾ തന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓ കർത്താവേ അവിടെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഇറങ്ങി ഓ let them burn in their hearts, let their hearts and let their bodies burn for you Lord right now Yeshua നിൻ കൂടെ വാസമോ എന്നാഗ്രഹമായി നിന്നുള്ളിലെ അറകളോ എൻ കൃപയുമായി മാറി നിൻ കൂടെ വാസമോ എന്നാഗ്രഹമായി നിന്നുള്ളിലെ അറകളോ എൻ കൃപയുമായി മാറി ഓ നിൻ കൂടെ വാസമോ എന്നാഗ്രഹമായി നിന്നുള്ളിലെ അറകളോ എൻ കൃപയുമായി മാറി നിൻ കൂടെ വാസമോ എന്നാഗ്രഹമായി നിന്നുള്ളിലെ അറകളോ എൻ കൃപയുമായി മാറി and I live in the holy of holies I live by the blood of the Lamb and I live to worship you only I live to honor I am Lord I worship you I worship you for your name is holy holy പൊന്മണി മാലയവൻ എനിക്കു തരും ശുദ്ധവസ്ത്രം നാഥൻ എന്നെ ധരിപ്പിക്കുമെന്ന് പൊന്മണി മാലയവൻ എനിക്കു തരും ശുദ്ധവസ്ത്രം നാഥൻ എന്നെ ഇന്ന് കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണ്ടു വസിക്കുമവരുടെ നാട്ടിൽ എനിക്കാൻ ഒരു ആരാധിക്കാൻ റെഡിയാണോ കർത്താവിനെ യേശു മഹോന്നതനെ മഹോന്നതനെ ഇപ്പം കാണാം പകലിൽ അവിടെ പ്രശോഭിതമാമൊരു നാട് നാലു ജീവികൾ പാടുമേ ജീവജല നദിയും ഇവിടെ ജീവമരങ്ങളുമായി കൊണ്ടൊരു ദേശം നല്ലൊരു I can see a river flowing into every homes right now ജീവജല നദിയും ഇവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം ഓ നല്ലൊരു ഭൂവനവേ ഓർമ്മസി മഹോന്നതനെ മഹോന്നതനെ ഇപ്പം കാണാൻ പ്രേമകാന്തനെ കാണാൻ ഓ സുന്ദര രൂപനെ ഞാൻ ഇതേകമാൻ ഓ ഇപ്പം കാണാൻ പ്രേമകാന്തേ കശവയേറെ സഹിച്ചവരും കല്ലേറാനീ കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോടു വാഴുമാം Fear not, erase and shame. ഭയപ്പെടേണ്ട, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇന്ന് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും മറ്റു പ്ലാറ്റ്ഫോമിലൂടെയും ഞങ്ങളെ കാണുന്ന ഓരോരുത്തരെയും എറൈസ് ആൻഡ് ഷൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ ഭാരത്താലാണോ പ്രയാസത്താലാണോ ആയിരിക്കുന്നത്? എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, യേശു നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് യേശുവെ എന്നുള്ളൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി,
നിങ്ങളുടെ ആ സാഹചര്യത്തിന്റെ മേൽ കർത്താവ് വലിയ അത്ഭുതം ചെയ്യും. വചനം പറയുന്നു എബ്രായർ 13:5, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതെ, നമ്മുടെ പെറ്റമ്മ നമ്മളെ മറന്നാലും കൈവിട്ടാലും നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവാണ് നമ്മുടെ കൂടെയുള്ള. ഏത് സാഹചര്യത്തിലും നിങ്ങളെ വിടിയിപ്പാൻ അവൻ ശക്തൻ തന്നെയാണ്. ഇന്ന് നമ്മോടൊപ്പം സാക്ഷ്യം പറയാനും അതുപോലെ തന്നെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു പറ്റം സഹോദരന്മാരാണ് ചേർന്നിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതകരമായ ഒരു വിടുതലിന്റെ ഒരു സാക്ഷി എന്ന് അവർ ഷെയർ ചെയ്യാൻ പോകുന്നത്. അവരുടെ വിദ്യാഭ്യാസ കാലത്ത് അവർ എല്ലാവരും തകർന്നവരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം എങ്ങനെ പൂർത്തീകരിക്കുന്നു അവർ പലരും ചിന്തിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം അവരെ എല്ലാം കർത്താവ് മാനിച്ച് വിടുവിച്ച് ഇന്ന് ഏറ്റവും ഉന്നതമായ രീതിയിൽ അവരെ ഓരോരുത്തരെയും കർത്താവ് ആക്കിയിരിക്കുന്നത്. അതെല്ലാം നമുക്ക് അവരുടെ വാമൊഴിയാൽ തന്നെ കേൾക്കാം. അത് നമുക്ക് റിജോബ്രദറിലേക്ക് കടക്കാം. റിജോബ്രദറിന്റെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാല് തന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന സമയത്ത് ജോലിക്കൊക്കെ വേണ്ടി താൻ എല്ലാ രീതിയിലും ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ അത്ഭുതകരമായിട്ട് കർത്താവ് ആ സഹോദരനെ വിടുവിച്ചു, ഏറ്റവും ബെസ്റ്റ് ജോലി കൊടുത്തു. അതുപോലെ തന്റെ കുടുംബം സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയായിരുന്നു. അതിൽ നിന്നെല്ലാം കർത്താവ് ആ സഹോദരനെയും കുടുംബത്തെയും എല്ലാം വിടുവിച്ചു. നമുക്ക് ആ സാക്ഷ്യം ആ സഹോദരന്റെ വാമൊഴിയാൽ തന്നെ കേൾക്കാം. വിജു ബ്രദറെ ഒന്ന് ഷെയർ ചെയ്യാവോ, കർത്താവ് എങ്ങനെയാ ബ്രദറിനെ വിടുവിച്ചെന്ന്? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ, ഓഡിബിൾ ആണോ? അതെ, കഴിഞ്ഞു. പറഞ്ഞ പോലെ എന്റെ പേര് റിജു. ഞാനിവിടെ ബാംഗ്ലൂർ ഇപ്പം പീറ്റ് ചെയ്യുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഹെവൻലി പീസ് ചേർച്ചുമായിട്ടൊക്കെ സന്തോഷമായിട്ട് ചേർച്ചിലൊക്കെ വർഷിപ്പ് ചെയ്ത് പോകുന്നു. നാട്ടിലാണെങ്കിൽ എറണാകുളത്താണ് അപ്പ അമ്മയൊക്കെ ഉള്ളത്. ആക്ച്വലി 2008 തൊട്ട് ഞങ്ങൾ ഹെവൻലി പീസിലാണ്. അതിനുമ്പ് ഒരു പെന്തക്കോസ്റ്റ് ഫാമിലി, ഒരു ക്രിസ്ത്യൻ ഫാമിലി തന്നെയാണ് എന്റെ ചെറുപ്പം തൊട്ടേ. സോ ചെറുപ്പം തൊട്ടേ പ്രാർത്ഥനയൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും രാത്രി വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, യുനോ പള്ളിയിൽ പോകുന്നു, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയത്തില്ല, ഈ ലോകത്ത് ആരുണ്ടെങ്കിലും കർത്താവ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ആകുമ്പോഴാണ് നമുക്ക് ആക്ച്വലി അതിന്റെ ഒരു ജിസ്റ്റ് കിട്ടുന്നത്. വാട്ട് എക്സാക്ട്ലി ഇസ് ജീസസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് മനസ്സിലായി തുടങ്ങിയത് കുറേയേറെ കഴിഞ്ഞിട്ടാണ്. ടെസ്റ്റ് പറ്റി പറയുകയാണെങ്കിൽ എവറി ഡേ ഇസ് എ ടെസ്റ്റ് മണി. കർത്താവ് അനുഗ്രഹമായി നടത്തുന്നു, ഓരോ ദിവസവും കർത്താവ് അതിശയകരമായി നടത്തുന്നു. സോ ഈ ആഴ്ച ഒരു ടെസ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഒരു ടെസ്റ്റ് മണി ആയിട്ട് കർത്താവ് തീർക്കുകയാണ്. ദാറ്റ്സ് ഹൗ ലൈഫ് ഈസ് ഗോയിങ്. പ്രോബ്ലം ആയിട്ടൊരു ടെസ്റ്റ് മണി അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് കർത്താവ് പ്രവർത്തിച്ച ഒരു സമയം എന്ന് പറയുന്നത് എന്റെ കോളേജ് കാലഘട്ടത്തിലാണ്. എന്റെ UG കഴിഞ്ഞ് ഞാൻ PGയിലേക്ക് പോകുന്ന സമയത്താണ് കർത്താവിന്റെ ചേർന്നിരിക്കുന്നതിനുള്ള അനുഗ്രഹം എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നത്. ഞാൻ എന്റെ UG വരെ ഞാൻ ആക്ച്വലി എല്ലാ അമ്മമാരും ഓപ്പൺ ഹൗസ് പോകും. കോളേജ് സ്കൂളുകളിൽ ഓപ്പൺ ഹൗസിന് അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ്, റിപ്പോർട്ട് കാർഡൊക്കെ വാങ്ങിക്കാൻ സ്കൂളിൽ പോകുമ്പോഴത്തേന് അവിടെ ഏറ്റവും വിഷമിച്ചിറങ്ങുന്നത് ചിലപ്പോൾ എന്റെ അമ്മയായിരിക്കും. കാരണം അത്രയും ബിലോ ആവറേജ് രീതിയിൽ നിന്ന് കർത്താവ് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്, വലിയൊരു ഇമ്പാക്റ്റ് ആണ് എന്റെ ലൈഫിലേക്ക് എന്റെ PG സമയത്ത് എന്റെ കർത്താവ് ഇൻവോൾവ് ചെയ്യും. ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നത് എന്റെ UG വരെ അല്ലെങ്കിൽ എന്റെ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് വരെ ഞാൻ കർത്താവിനെ അറിയാനോ കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കാനോ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ വളർന്നു, ആ രീതിയിൽ തന്നെ വളർന്നു, പള്ളിയിൽ പോകുന്നു എന്നുള്ളതല്ലാതെ കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കുക, കർത്താവിലേക്ക് അടുക്കുന്നത് ആ ഒരു കാലയളവിലാണ്. അതിന്റെ ഒരുപാട് സന്തോഷം അനുഭവിച്ച സമയമാണ്. സോ ആ സമയത്ത് കോളേജിൽ വെച്ച് അത്രയും നാള് ഈ ബിലോ ആവറേജ് ആയിരുന്ന ഒരാള് വളരെ പെട്ടെന്ന് ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ നടക്കുകയും പഠനത്തിനാണെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റിയിലാണെങ്കിലും ആവുകയും ആ കോളേജിൽ തന്നെ ഏറ്റവും ടോപ്പറായിട്ടാണ് ഞാൻ ആ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. എന്റെ ഫ്രണ്ട്സ് തന്നെ, പിന്നെ എന്റെ മറ്റുള്ള ഫ്രണ്ട്സോട് സംസാരിക്കുമ്പോഴത്തേനും ഇത്രയൊക്കെ പഠന കാര്യത്തിൽ ബെറ്റർ ആയോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് എന്താ പറയാ പ്രൊഡക്ടിവിറ്റിയിലും അല്ലെങ്കിൽ എഫിഷ്യൻസിയിലും ഒക്കെ ഒരുപാട് ആ കോളേജിൽ എനിക്ക് വളരാൻ പറ്റി. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് ആ ഒരു സമയത്ത് എനിക്ക് ഉണ്ടായത്. നമ്മൾ നോർമലി PG പഠിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ഒരു ജോലി കരസ്ഥമാക്കണം, നല്ലൊരു കോളേജ് പ്ലേസ്ഡ് ആവണം, അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ വരുന്നത്. സോ അങ്ങനെ സിറ്റുവേഷനിലാണ് ഞാൻ അവിടെയും പഠിക്കുന്നത്. അക്കാഡമിക്സിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കർത്താവ് നിർത്തി. ഇപ്പോഴും ദൈവം സഹായിച്ച് എന്റെ ഫോട്ടോ വരെ ആ കോളേജ് വരെ ഇപ്പോഴും പലരും റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട്. പക്ഷെ ഇത്രയൊക്കെ കർത്താവിന് അടുത്ത് നിന്നിട്ടും ആ സമയത്ത് ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഉണ്ടായത്. എന്തെന്ന് വെച്ചാല് അത്രയും നാൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന എന്നെ പ്ലേസ്മെന്റ് എത്തിക്കഴിയുമ്പം എല്ലാ കമ്പനികൾക്കും ഒരു പ്രത്യേക രീതിയുണ്ട്. അവർക്ക് അസസ്മെന്റ് രീതിയുണ്ട്. 200-300 പേര് അപ്ലൈ ചെയ്യുന്ന എക്സാമിന്
ആ സമയമാകുമ്പോഴത്തേന് അസസ്മെന്റ് എനിക്ക് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഇനീഷ്യൽ ടെസ്റ്റ് അത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ഇനീഷ്യൽ അസസ്മെന്റ് ഒരു രീതിയിലും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പ്രൊഫസേഴ്സ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ റിജു ഈ ഒരു റൗണ്ട് മാത്രം നിനക്ക് എന്തുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, നിനക്ക് എന്തുകൊണ്ട് ഇന്റർവ്യൂ സ്റ്റേജിൽ കിടക്കാൻ പറ്റുന്നില്ല? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല മാം, ഞാൻ എന്റെ എല്ലാ കഴിവുകളും വെച്ച് ഞാൻ നോക്കുന്നുണ്ട്, എനിക്കിത് മാത്രം കടക്കാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ 3-4 കമ്പനി നമുക്കറിയുന്ന TCS, ഇൻഫോസിസ് പഠിക്കുന്നവർക്കാണെങ്കിൽ അറിയാം, ഗോൾഡ്മാൻ സാക്സ് അതുപോലത്തെയുള്ള ടോപ്പ് കമ്പനീസ് വരുന്നു. പക്ഷെ എനിക്ക് അവരുടെ ആ ഇനീഷ്യൽ ടെസ്റ്റ് എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആ സമയത്താണെങ്കിൽ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളിലും പാട്ട് പാടാനും വർഷിപ്പ് ചെയ്യാനും എല്ലാം ഭയങ്കര താല്പര്യത്താലും ദൈവത്തോട് സ്നേഹത്താലും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെ ദൈവ കർത്താവ് നിൽക്കുന്ന സമയമാണ്. പക്ഷെ ഇത്രയും ഒബ്സ്റ്റക്കിൾ ഫേസ് ചെയ്യുമ്പം ഐ എം ആക്ച്വലി പെർപ്ലെക്സ്ഡ്, എന്താ സംഭവിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ ഫൈനൽ TCSന്റെ ഒരു എക്സാം, TCS ആണോ ഇൻഫോസിസ് ആണോ എന്നറിയില്ല, ആ ഒരു എക്സാം കഴിഞ്ഞതിന് എൻ്റെ 4ാമത്തെ ഇന്റർവ്യൂ ആണ്, ഞാനത് അസസ്മെന്റ് ആണ് കൊടുക്കുന്നത്. കൊടുത്തിട്ട് അന്നും ഫെയിലിയർ ആയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ താമസിക്കുന്നതൊക്കെ 4 പേര് ഒരുമിച്ച് ഒരു കൂട്ടായ്മയിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു അപ്പച്ചൻ്റെ അമ്മച്ചൻ്റെ വീടിന്റെ മേളിൽ, കേരളത്തിൽ തന്നെ ആയിരുന്നു എന്റെ PG ചെയ്തത്. ഞാൻ ചെല്ലുമ്പം ആ വീട്ടിൽ ആരുമില്ല. ഞാൻ ഭയങ്കര തകർന്നാണ് വീട്ടിൽ ചെല്ലുന്നത്, വിഷമിച്ചാണ് ചെല്ലുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? കർത്താവിനോട് ചേർന്ന് നിർന്നിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുന്നു, വീട്ടിലാരുമില്ല. ഞാൻ എന്റെ റൂമിൽ കയറി ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുകയാണ്. ഹല്ലേലൂയ. സോ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ചെയർ വലിച്ചിട്ടു. കർത്താവിന് വന്ന് ഇരിക്കണമല്ലോ. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു, കർത്താവെ എന്റെ മുമ്പിൽ വന്ന് ഇരിക്കണേ, എന്നോട് സംസാരിക്കണേ, ഇന്ന് എനിക്ക് നിന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഐ ഡോണ്ട് വാണ്ട് ടു ബി റിയലി സാഡ് ലൈക്ക് ദിസ്. എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോവണ്ട. ഹല്ലേലൂയ. ഞാൻ ഇരുന്നു, കസേര അവിടെ പിടിച്ചിട്ടു. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവെ, ഞാനിപ്പം കടന്നു പോകുന്നത് എനിക്ക് ഏറ്റവും ചെറുബിൾ ആയിട്ടുള്ള ടൈമിലാണ്. എനിക്ക് ഏറ്റവും നിന്നെ ആവശ്യമുള്ള സിറ്റുവേഷൻ എനിക്ക് എന്താ പ്രവർത്തിക്കാൻ പറ്റാത്തത് എന്ന് ഞാൻ പറയുകയാണ്. എനിക്ക് അപ്പൊ തന്നെ ഞാൻ ബൈബിൾ തുറന്നപ്പം എനിക്ക് 91-ാം സങ്കീർത്തനം തരുവാണ്. അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തി നിഴലിൽ പാർക്കുകയും ചെയ്യുന്ന ആ ഒരു വോയിസ്. സോ അത് വായിച്ചു. കർത്താവ് എങ്ങനെ പരിപാലിക്കുന്നു, കർത്താവ് നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു സമാധാനമാണ്. നമ്മളിപ്പം കർത്താവിന്റെ അടുത്തിരുന്ന് നമ്മൾ എത്ര ബുദ്ധിമുട്ടായിക്കോട്ടെ, എത്ര ബുദ്ധിമുട്ട് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, there is some kind of പോസിറ്റീവ് ഫീലിംഗ് we get when we be with Jesus at that time. അപ്പൊ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ ഒരു പോസിറ്റീവ് ഫീലിംഗ് വരികയാണ്. സോ നെക്സ്റ്റ് ഡേ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ കോളേജിൽ പോവാണ്. കോളേജിൽ പോയി എന്റെ അവിടെ അപ്പൊ നടക്കുന്ന മോക്ക് ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. അവിടെ ഇതുവരെ ഇന്റർവ്യൂസ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്ലേസ്മെന്റ് ഓഫീസേഴ്സ് നടത്തുന്ന ഒരു ഇവന്റ് ആണ്. ഞാൻ അവിടെ ചെന്നിരിക്കുന്നു. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് അവിടുത്തെ എന്റെ പ്ലേസ്മെന്റ് ഓഫീസർ എന്ന് വെച്ചാൽ കമ്പനിയിലേക്ക് നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലേക്ക് വരുത്തിക്കുന്ന ഒരാളാണ് പ്ലേസ്മെന്റ് ഓഫീസർ. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം പബ്ലിക്കായിട്ട് പറയുകയാണ്, ഇതുവരെ വരാത്ത ഒരു കമ്പനി ഇന്ന് ഈ ദിവസങ്ങളിൽ ഇവിടെ നമ്മുടെ കോളേജ് വരാൻ പോവാണ്. കേരളത്തിൽ ആ കമ്പനി ഇതുവരെ ഹയർ ചെയ്തിട്ടില്ല, കേരളത്തിൽ ആ കമ്പനി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ അന്ന് മനസ്സിലാക്കി. ഞാൻ 5 കൈ വെച്ച് പറഞ്ഞു, എനിക്ക് ഏത് കമ്പനിയാണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം ഏറ്റവും ബെസ്റ്റാ കർത്താവ് തരുന്നത്. ഞാൻ പ്രവർത്തിച്ച് തീരുന്നിടത്ത് എന്റെ കർത്താവ് പ്രവർത്തിച്ച് തുടങ്ങും. ഹല്ലേലൂയ എന്നുള്ളൊരു വിശ്വാസം അന്ന് എനിക്ക് പൂർണ്ണമായി. കാരണം തലേദിവസം ഞാൻ പ്രാർത്ഥിച്ചത് എന്താണോ നെക്സ്റ്റ് ദിവസം അത് ഹാപ്പൻ ചെയ്യാൻ പോകുന്നു. അദ്ദേഹം പറയുകയാണ്, ആമസോൺ എന്നുള്ള ഒരു കമ്പനി കേരളത്തിൽ ഹയർ ചെയ്യാൻ പോവാണ്. നമ്മൾ ആലോചിക്കണം, കോവിഡിന്റെ പീരീഡ് ആണ്. കമ്പനീസ് വരുന്നത് തന്നെ ചുരുക്കമാണ്. കാരണം കോവിഡിന്റെ കാരണം ഹ്യൂജ് ആയിട്ടുള്ള ഡ്രോപ്സ് ആണ് നടക്കുന്നത്, കാൻഡിഡേറ്റ് ഡ്രോപ്സ് ആണ് നടക്കുന്നത്. ആ സമയത്ത് ആമസോൺ വരികയാണ്. ഞാൻ കർത്താവെ ഞാൻ ഒരു വിളിച്ചു കൊണ്ടിരുന്നിട്ട്, എന്നിട്ട് ഞാൻ കണ്ണടച്ചിട്ട് എന്നിട്ട് ഞാൻ ചിരിച്ചു. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ അതിനുശേഷം അസസ്മെന്റ് എഴുതിയിട്ടില്ല, അതും ബാക്കി കിടക്കുകയാണ്. അപ്പോ ഞാൻ അസസ്മെന്റ് എഴുതാനായിട്ട് നെക്സ്റ്റ് ദിവസം പോയി. അന്ന് അപ്ലൈ ചെയ്ത റോളിന് വേണ്ടിയിട്ട് പോയി എഴുതി. എന്റെ അമ്മ പറയും, അമ്മ പണ്ട് നഴ്സിംഗിന് അമ്മ എസ്കോട്ട്സ് ആണ്, ഡൽഹിയിലാണ് വർക്ക് ചെയ്തത്. ആ സമയത്ത് അമ്മ 5ാമോ 6ാമത് ഇന്റർവ്യൂവിന് കയറുമ്പം അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒത്തിരി പേടിക്കുകയാണെങ്കിൽ മനസ്സിൽ പറയുക, യേശുവിന്റെ രക്തത്താൽ ജയം എന്ന് മനസ്സിൽ പറയുക. ഞാൻ ഇത് തന്നെ ലെഗസി കീപ്പ് ചെയ്യാനായിട്ട് ഞാനും ഇത് പറയാൻ തുടങ്ങി. ഞാൻ അസസ്മെന്റ് എഴുതാൻ കയറി, യേശുവിന്റെ രക്തത്താൽ ജയം, ഇതിൽ നിന്നൊരു തോൽവി എനിക്കില്ല. ഹല്ലേലൂയ. ഇതെനിക്ക് കർത്താവ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. സോ ഐ ആം ഗോണ വിൻ ദിസ്. ഹല്ലേലൂയ. ഞാൻ എഴുതിയിട്ട് 120ഓളം പേര് ഇന്റർവ്യൂ എഴുതി, അസസ്മെന്റ് എഴുതി. അതിനകത്ത് 10-15 പേര് സെലക്ട് ആയി. ആ 15-നുള്ളിലുള്ള ആൾക്കാരിൽ കർത്താവ് എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം 4 ഇന്റർവ്യൂ ബാക്കിയാണ്. ആമസോൺ ഇന്റർവ്യൂ സംബന്ധിച്ചോളം ടഫ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണ്. സോ അങ്ങനെ ഓരോ റൗണ്ട് ഇന്റർവ്യൂ കർത്താവ് എന്നെ ക്ലിയർ ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ. അവസാനം 3 തൊട്ട് 5 മെമ്പേഴ്സ് വരെയാണ് ഫൈനൽ റൗണ്ടിൽ നമ്മൾ കൺട്രി ലീഡ് എന്ന് വെച്ചാൽ
ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഹെഡുമായിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഹല്ലേലൂയ. എനിക്കാണെങ്കിൽ യാതൊരുവിധ പേടിയുമില്ല. ഹല്ലേലൂയ. എനിക്ക് ഒറ്റ ഇത് അറിയാം, യേശുവിന്റെ രക്തത്താൽ ജയം എന്ന് പറഞ്ഞു കയറിയ, അമ്മ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞു കയറിയ എന്തായാലും കർത്താവ് ഉയർത്തും. ഹല്ലേലൂയ. ഞാൻ ഇന്റർവ്യൂലേക്ക് കയറി, ഫൈനൽ കൺട്രി ലീഡുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ കയറി എന്തെന്നില്ലാത്തൊരു പോസിറ്റിവിറ്റി. ഞാൻ പിന്നെയും 91 സങ്കീർത്തനം വായിച്ചിട്ടാണ് കയറുന്നത്. എന്നിട്ട് യേശുവിന്റെ രക്തത്താൽ ജയം എന്ന് പറയുന്ന ഒരു ടിപ്പ് പോലെ അത് വായിലെപ്പോഴും വരുന്നുമുണ്ട്. ഹല്ലേലൂയ. സോ ഞാൻ കയറും. സാക്ഷിയോട് ചുരുക്കത്തിൽ പറയാം, നമ്മുടെ സമയം കളയണം. തീർച്ചയായിട്ടും. സോ കയറുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കർത്താവ് അതിനുവേണ്ടി എന്നെ ഉപയോഗിക്കുന്നു. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു. ഹല്ലേലൂയ. നെക്സ്റ്റ് ദിവസം വരുമ്പോഴത്തേന് ഞാൻ ആ ദിവസം തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുകയാണ്, ഐ എം ഏബിൾ ടു ഡു ദ ഇന്റർവ്യൂ റിയലി വെൽ, ഐ വിൽ ബി ഗെറ്റിംഗ് ദിസ് വൺ എന്ന് പറഞ്ഞ് എന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇടുക. അങ്ങനെ നോർമലി ആരും ഇടാറില്ല, ഓവർ കോൺഫിഡൻസ് ആണേ പറയുള്ളൂ. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, കർത്താവ് എന്റെ കൂടെ ഉണ്ട്, എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ, അത് ഞാൻ നേടിയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. അങ്ങനെ ആ ജോലിക്ക് കിട്ടാൻ പറ്റി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ആമസോണില് റിക്രൂട്ടർ ആയിട്ട് അനേകം പേർക്ക് ജോലി കൊടുത്ത് അനേകം പേരെ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയായി ഞാനിപ്പോ കർത്താവിനെ മാറ്റുന്നു. അത് കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നു. നമ്മൾ ഇയോബിനെ പറ്റി കേൾക്കുമ്പോൾ അറിയാം, ഇയോബ് അത്രയും പരീക്ഷണങ്ങൾ വന്നിട്ട് ഒരിക്കലും തള്ളി പറഞ്ഞില്ല. തള്ളി പറയാത്ത ഇരുന്നുകൊണ്ട് കർത്താവ് അവന് കൊടുത്ത അനുഗ്രഹം, അതുപോലെ കർത്താവ് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞാൻ ആ ബ്യൂട്ടിഫുൾ ലൈഫ് എൻജോയ് ചെയ്യുവാണ്. അതെല്ലാം കർത്താവിന് തന്നെ മഹത്വം. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു ജോലി എന്ന കണ്ടീഷൻ ആ ഒരു ജോലിയാണ് എനിക്ക് ആ സമയത്ത് കിട്ടിയത്. പക്ഷെ ആ ഒരു ജോലി എന്നല്ല, ആ സമയത്ത് തന്നെ ഫെഡറൽ ബാങ്കിൽ എനിക്ക് വേറൊരു ജോലി കർത്താവ് തന്നിരിക്കുകയാണ്, അസിസ്റ്റന്റ് മാനേജറായിട്ട്. അപ്പൊ ഒരു ഓപ്ഷനും ഇല്ലാതിരുന്ന സമയത്ത് കർത്താവ് എനിക്ക് 2 ഓപ്ഷൻ വെച്ചിട്ട്, 2 ഓഫർ ലെറ്റർ കൈ വെച്ചിട്ട് കർത്താവിനോട് ചോദിക്കുക, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഹല്ലേലൂയ. കർത്താവ് ചോസ് ചെയ്ത മക്കൾക്ക് കർത്താവ് ഒരു ഓപ്ഷനല്ല, അനേകം ഓപ്ഷനുകൾ കർത്താവ് തരുവാ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിൽ നിന്ന് പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ഞാൻ. സോ അനേകം പേര് എന്നെ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളിപ്പോ എന്ത് സ്ട്രഗിൾ കൂടെ പോകുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. അവനെ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. യു ഗോണ സീ മൈറ്റി തിങ്സ്. കാരണം നമ്മുടെ കർത്താവ് മൈറ്റിയസ്റ്റാ, നമ്മുടെ കർത്താവ് ഏറ്റവും പവർഫുള്ളാ. അത് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തതും ഞാൻ എൻജോയ് ചെയ്യുന്നതും ഇപ്പൊ ഒരാളാണ് ഞാൻ. സോ ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഫിനാൻഷ്യൽ ആ ഒരു ബ്രേക്ക് ത്രൂ കൂടെ ഒന്ന് പറയുമോ വേഗത്തിൽ? തീർച്ചയായിട്ടും. എന്റെ ഫാമിലി പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ഫാമിലിയാണ്. 2011 തൊട്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റാലിറ്റി സർവീസ് ബിസിനസ് ആണ്. സോ 2018 വരെ തിങ്സ് വർ ഗോയിങ് റിയലി സ്മൂത്ത്. ഭയങ്കര ഹാപ്പി ആയിട്ടും നല്ല റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കോൺട്രാക്ട് ബേസിൽ മാൻ പവർ സർവീസ് ആയിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയം ആയപ്പോഴത്തേക്ക് വലിയൊരു ഡിപ്പ്, വലിയൊരു ഡ്വിൻഡിൽ ഡൗൺ ഉണ്ടായി. ആ ഒരു ബിസിനസ് ഓവറോൾ ആയ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാൻ പറ്റി. പെട്ടെന്ന് നമുക്കൊരു ഫിനാൻഷ്യൽ ഒരു ക്രഞ്ച് ഉണ്ടാവാൻ പറ്റി 2018-19 കാലഘട്ടങ്ങളിൽ. സോ ആ സമയത്താണ് കർത്താവിനോട് ചേർന്നിരിക്കുന്ന സമയമാണ്. എങ്കിൽ പോലും നമുക്ക് അതാണ് പറഞ്ഞത്, നമുക്ക് ചേർന്നിരിക്കുന്ന സമയമാണെങ്കിൽ ചില പരീക്ഷകൾ നമുക്ക് തരും. ആ പരീക്ഷകൾ തരുന്നത് വരുന്ന ദിവസങ്ങളിൽ വലിയ ടെസ്റ്റിമണീസ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പരീക്ഷണം തരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് ഇരിക്കുന്നത്, അല്ലയോ? സോ അങ്ങനെ ഒരു ടെസ്റ്റിമണിയാണ് അന്ന് 2019 കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു വലിയ ക്രഞ്ച് ഉണ്ടായപ്പം. 2020 എല്ലായിടത്തും വലിയ ക്രഞ്ച് നടന്നപ്പം, കോവിഡ് വന്നപ്പം കർത്താവ് എന്നെ ഉപയോഗിച്ച് എന്റെ മമ്മിയുടെ ഒരു പഴയ ഒരു ഹോം നഴ്സിംഗ് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബിസിനസ് ഇൻവോൾവ്മെന്റിൽ നിന്ന് വലിയൊരു ബിസിനസ് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനും, എന്റെ MBA കാലഘട്ടത്തിൽ എന്റെ മാസ്റ്റേഴ്സിന്റെ സമയത്ത് അതിൽ നിന്ന് വലിയൊരു റവന്യൂ ജനറേഷൻ നടത്താനും, ആ സമയത്ത് ഞങ്ങൾക്ക് ചെറുതാണേലും വലുതാണേലും ഒരു കട ഉണ്ടെങ്കിൽ ആ കടമെല്ലാം പൂർണ്ണമായിട്ട് വിത്തിൻ 6 മാസത്തിനുള്ളിൽ തന്നെ അത് ക്ലിയർ ചെയ്യാനും വലിയൊരു ഫിനാൻഷ്യൽ ഡെലിവറൻസ് കർത്താവ് ഞങ്ങൾക്ക് തരാനുണ്ടായി. അത് ഞങ്ങളുടെ ആ ബിസിനസ് ഇപ്പോഴും വളരെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് അക്രോസ് ഇന്ത്യ സർവീസ് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കർത്താവിനെ നോക്കിയവരാരും ചെറുതായിട്ടില്ല, അവരെപ്പോഴും ഉയർത്തിയേ കർത്താവ് നിർത്തിയിട്ടുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ പേഴ്സണലി ഒരുപാട് എക്സ്പീരിയൻസ് ഓരോ ദിവസവും കർത്താവ് നടത്തുന്നു. വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവ് ചെയ്യാൻ പോവാ. The only thing what you need is in life is faith in Jesus. God going to do mighty things in everyone's life. Have a great day. Amen. താങ്ക് യു റിച്ചു ബ്രദറെ. ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലും ജോലി കിട്ടുമോ, എല്ലാ രീതിയിലും ലൈക് ഫിനാൻഷ്യലി ഒക്കെ തകർന്നൊരു കുടുംബമായിരുന്നു. പക്ഷെ കർത്താവ് അവരെ എല്ലാം അതെന്നെല്ലാം വിടുവിച്ച് ഏറ്റവും മാന്യതയോടെ ഇന്ന് കർത്താവ് അവരെ എല്ലാം നിർത്തിയിരിക്കുവാണ്. തുടർന്ന് നമുക്ക് ലിജു ബ്രദറിന്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കാം. ലിജു ബ്രദറിന്റെ സാക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും തന്റെ പിതാവ് മരണപ്പെട്ട്, അതുപോലെ തന്നെ ചിരിക്കാൻ പോലും മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ലിജു ബ്രദറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം ലിജു ബ്രദറിനെ കർത്താവ് വിടുവിച്ചു. അത് നമുക്ക് ലിജു ബ്രദറിന്റെ വാമൊഴിയായി കേൾക്കാം. ലിജു ബ്രദറെ ഒന്ന് ഷെയർ ചെയ്യാവോ ലിജു ബ്രദറിന്റെ ടെസ്റ്റിമണി? ആമേൻ. പ്രൈസ് ലോർഡ്.
എൻ്റെ പേര് ലിജു. നാട്ടിൽ ഞാൻ കൊല്ലത്താണ്. ഇവിടെ ബാംഗ്ലൂരിൽ കർത്താവിന്റെ വേലയിൽ സജീവമായി നിൽക്കുന്നു. ഞാൻ പറയുകയാണെന്ന് എന്റെ സാക്ഷ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2009 മുതലാണ് എന്റെ സാക്ഷ്യം ഉണ്ടാകുന്നത്. ആ സമയം തൊട്ടാണ് ഞാൻ കർത്താവിനെ അറിയാൻ തുടങ്ങിയത്. ഞാൻ പാരമ്പര്യ ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. അവിടുന്ന് അതിതീവ്രമായി എൻ്റെ അമ്മ അതിതീവ്രമായി അതിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും ജീവിതത്തില് എന്തായിരുന്നു കർത്താവിനെ അറിയാനുണ്ടായ സാഹചര്യം? ആ, അത് എന്താ പറയാ, കർത്താവ് ആം, ഒരു പിതാവിന്റെ മ- വലിയൊരു ബിസിനസിന്റെ തകർച്ചയിലൂടെയാണ് ശരിക്കും കർത്താവ് ആ, ഞങ്ങൾക്ക് കർത്താവിനെ അറിയാൻ പറ്റിയത്. ആ സമയത്ത് എൻ്റെ പപ്പായ്ക്ക് വിസയുടെ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പം അപ്പോൾ തന്നെ ആ സമയത്ത് എനിക്ക് ഫിക്സും വന്നിരുന്നു, അപസ്മാരം എന്ന രോഗം വന്നിരുന്നു. ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടില് ആകെ തകർച്ചയായി എല്ലാത്തിലും. അപ്പം അമ്മ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത്. അപ്പൊ ആ സമയത്തൊട്ടാണ് ഞാൻ എൻ്റെ അമ്മച്ചി വഴി കർത്താവിനെ അറിയുന്നത്. മീൻസ് എൻ്റെ ഫാമിലി. എന്നാൽ തന്നെ കർത്താവിനോട് അത്ര ബന്ധമില്ല എനിക്ക്. അതിനുശേഷം പപ്പയ്ക്ക് ഗൾഫിൽ പോകാൻ അവസരം കിട്ടി. തിരിച്ച് ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂർ വന്നതിന് ശേഷം പപ്പയ്ക്ക് ഇവിടെ ജോലി കിട്ടി. അപ്പം എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് 10th കഴിഞ്ഞ് ഞാനും ഞങ്ങൾ ഫാമിലിയായിട്ട് ബാംഗ്ലൂരേക്ക് വന്ന് ഇവിടെ സെറ്റിൽഡ് ആയതിനു ശേഷം പപ്പ ബാംഗ്ലൂർ വന്നാണ് കർത്താവിനെ അറിയുന്നതും ശുശ്രൂഷയിൽ ഇറങ്ങുന്നതും. അപ്പം കർത്താവിനെ അറിഞ്ഞ ശേഷം പപ്പായ്ക്ക് ഭയങ്കര അനേകം മക്കൾക്ക് സുവിശേഷത്തെ കൊടുക്കണം, കർത്താവിനെ കൊടുക്കണം എന്നൊരു ചിന്തയല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല. ജോലി ഇല്ലാത്ത സമയത്ത് പപ്പ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് അടുത്ത സ്റ്റാൻഡ് വരെ നടന്ന് ട്രാക്റ്റുകൾ കൊടുക്കുമായിരുന്നു. അപ്പം അതേ സമയത്ത് പപ്പായ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നാട്ടില് ജോലി കിട്ടി. ജോലിക്ക് പോയി ആ സമയത്ത് അവിടെ വെച്ചാണ് നമ്മുടെ സഭയിലേക്ക് അറിയുന്നത്. ഞാനും ഡെവലപ്പേഴ്സിനെ കുറിച്ച് അറിയുന്നതും അങ്ങനെയാണ്. ഞാനും എൻ്റെ ഫാമിലി അറിയുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നാട്ടിൽ പോയി സെറ്റിലായി. പപ്പായിക്ക് 2016 ആയപ്പോഴത്തേക്ക് കർത്താവിനോട് ചേർക്കപ്പെട്ടു. ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെ ഞാനും അമ്മയും അനിയത്തിയും മാത്രമായി. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ സമയത്ത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, അനിയത്തിയും പഠിക്കുകയാണ്, മമ്മിക്ക് ജോലിയില്ല. അപ്പം മൊത്തത്തിലാകെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂർ വന്നതിന് ശേഷം അമ്മ ജോലിക്ക് കയറി. അവിടെ തന്നെ അമ്മയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ക്വാർട്ടേഴ്സ് കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ കയറുന്നത്. അതിനുശേഷം കർത്താവ് എനിക്കും ജോലി തന്നു, മാനിക്കാൻ തുടങ്ങി. പിന്നീട് എന്താ പറയാ, ശരിക്കും പിതാവ് മരണപ്പെട്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലും സാമ്പത്തിക ഒരു സ്രോതസ്സായിരുന്നു പിതാവ്. അതെല്ലാം അടഞ്ഞു പോവുകയും ജീവിതത്തിലെല്ലാം തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അല്ലേ? അതെ ശരിക്കും ബ്രദർ വന്നൊരു കുഞ്ഞു പ്രായത്തിലായിരിക്കും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം എല്ലാ രീതിയിലും തകർന്നു പോയി. പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് ബ്രദറിനെ വിടിവിച്ചല്ലേ? അതെ ഇന്ന് ആ ഒരു ഏറ്റവും അവസ്ഥ ആ ഒരു അവസ്ഥയില് പറഞ്ഞ പോലെ ഞാൻ ചിരിക്കാൻ തന്നെ മറന്നുപോയി എന്ന് പറയുന്നത് ആ ഒരു സന്ദർഭം തൊട്ടാണ്. അപ്പം എല്ലാ ഭാരവും എൻ്റെ തോളിലാണ് കർത്താവ് തന്നിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയാണ് അത്. അങ്ങനെ അതുകൊണ്ട് ആ സമയം തൊട്ടാണ് എനിക്ക് ചിരിയില്ല. അപ്പം പിന്നെ ഞാൻ കർത്താവിനെ അറിഞ്ഞ് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങിയതും കർത്താവിനെ സന്തോഷം അറിഞ്ഞ് ഞാനൊന്ന് എന്താ പറയാ, നല്ലപോലെ ചിരിച്ച് ശുശ്രൂഷയിൽ ഇറങ്ങുകയും ചെയ്യുന്നത്. പപ്പ ശുശ്രൂഷയിൽ എങ്ങനെയാണോ ഇറങ്ങിയത് അതേപോലെ തന്നെയാണ് ഞാൻ ഒരു ട്രാക്ട് കൊടുത്ത് തന്നെയാണ് ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങിയത്. ഇപ്പൊ ശരിക്കും കർത്താവിന്റെ ഇപ്പൊ കർത്താവ് കൃപയാൽ ഏറ്റവും കൂടുതൽ മാനിച്ച് ഇന്ന് ആ കുടുംബത്തെ നിർത്തിയേക്കുക അല്ലേ? ആ പോയ ചിരി, ആ സന്തോഷമല്ലേ എന്ന് കർത്താവ് തിരികെ തന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇന്ന് ആ കുടുംബത്തെ കർത്താവ് നടത്തുന്നത്. താങ്ക് യു ലിജു ബ്രദറെ.
കർത്താവ് ആമേൻ. അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആമേൻ. സ്വതം. അനുഗ്രഹിക്കപ്പെട്ട ബ്ലെസൻ ബ്രദറിന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാം. ബ്ലെസൻ ബ്രദറിന്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ താനും തന്റെ യൗവന കാലത്ത് വിദ്യാഭ്യാസ സമയത്ത് തകർന്നു പോയൊരു വ്യക്തിയായിരുന്നു. അവിടുന്ന് കർത്താവ് തന്റെ വിദ്യാഭ്യാസം, ജോലി എല്ലാം ഏറ്റവും ബെസ്റ്റ് ആക്കി. ആ സാക്ഷ്യം ബ്രദറിലൂടെ നമുക്ക് കേൾക്കാം. ബ്ലെസൻ ബ്രദറെ ഒന്ന് ഷെയർ ചെയ്യാവോ? എന്റെ പേര് ബ്ലസൻ ജോർജ്. നാട്ടിൽ എന്റെ വീട് തിരുവല്ലയാണ്. ഞാനിപ്പം ബാംഗ്ലൂർ ഒരു ലോയറായിട്ട് വർക്ക് ചെയ്യുവാണ്. എന്റെ ജീവിതത്തിലെ സാക്ഷ്യം പറയുമ്പോൾ ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ തന്നെ ജനിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് കർത്താവുമായിട്ട് അടുത്തൊരു ബന്ധമില്ലായിരുന്നു. എന്റെ കുടുംബത്തിൽ ആദ്യം വിശ്വാസത്തിലോട്ട് വരുന്നത് മമ്മിയാണ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ആക്ച്വലി ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട അവസ്ഥ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ മമ്മിയുടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ ഞാനൊരു ഫ്ലൂയിഡ് കുടിച്ച കാരണം എനിക്ക് കൊച്ചിന് ഫിറ്റ്സ് ഉണ്ടായിരുന്നു. സിവിയർ ആയിട്ട് ഫിറ്റ്സ് വരുമായിരുന്നു. അതിന് പുറമെ കുറെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 6 മാസം പ്രായമുള്ളപ്പം ചിക്കൻ ബോക്സ് എനിക്ക് പിടിപെട്ടു. എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ചിക്കൻ ബോക്സ് പിടിപെട്ടു. അങ്ങനെ ഞാൻ വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഒരുപാട് ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും കർത്താവ് അത്ഭുതകരമായിട്ടാണ് വിടുവിച്ചത് തന്നെ. എനിക്ക് 2011 എന്റെ ഒരു വലിയൊരു ആക്സിഡന്റ് ഉണ്ടായത്. അത് ഞാൻ വാഹനം ഓടിക്കുമായിരുന്നു. അന്ന് ഞാൻ 12th സ്റ്റാൻഡേർഡിലാണ്. അന്ന് രാത്രി ഞാൻ വണ്ടി ഓടിച്ച് തിരിച്ചെന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട് വണ്ടി ഇടിച്ച് ബൗൺസ് ചെയ്ത് ഒരു വീടിന്റെ മുറ്റത്തേക്ക് വീണു. വണ്ടി ടോട്ടൽ ലോസ് ആയിരുന്നു. ആ വണ്ടിയുടെ മുന്നിലത്തെ ഗ്ലാസ് പൊട്ടി, പെട്രോൾ ടാങ്ക് ലീക്കായി, അതിന്റെ ഗിയർ ബോക്സ് പോയി. വലിയ സിവിയർ ആയിട്ടുള്ള ഡാമേജ് ആണ് ആ വാഹനത്തിന് സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുന്നത്, ആ വണ്ടി നിയന്ത്രണം വിട്ടു പോകുന്ന ആ സമയം തൊട്ട് തന്നെ എന്നെ ബാക്ക് സീറ്റിൽ നിന്ന് ആരോ 2 കൈ എന്നെ മുറുകെ പിടിച്ച പോലെ എനിക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈ വണ്ടി ക്രാഷ് ലാൻഡ് ചെയ്ത് എറിഞ്ഞ് മറിഞ്ഞാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ക്രാഷ് ലാൻഡ് ചെയ്ത് നോക്കിയ ശേഷം ക്രാഷ് ലാൻഡ് ചെയ്തതിനു ശേഷം പുറകോട്ട് നോക്കി ആരെങ്കിലും ഉണ്ടോ. ഞാൻ പുറയിൽ ആരെയും കണ്ടില്ല. പക്ഷെ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. ആ വീട്ടുകാർ വന്നു. അവര് കണ്ട് അവരും ആ പാടെ ആശ്ചര്യപ്പെട്ടു. അങ്ങനെ പിറ്റേ ദിവസം ഈ വാഹനം ക്രെയിൻ എടുത്തുകൊണ്ടാണ് ഈ വാഹനം കൊണ്ടുപോകുന്നത്. കാരണം ഈ വേറെ മാർഗ്ഗമില്ല. അന്ന് അവിടെ ആക്ച്വലി അതിലെ കൂടെ പോകുന്ന ബസ്സും കാര്യങ്ങളെല്ലാം നിർത്തി, ആൾക്കാരെല്ലാം അവരുടെ വാഹനം നിർത്തിയിട്ട് ഈ വാഹനം നോക്കുമായിരുന്നു. ആ രീതിയിൽ ഒരു വല്ലാത്തൊരു ആക്സിഡന്റ് കർത്താവിനെ വിടുവിച്ചു. ഇതിന്റെ പിറ്റേ ദിവസം നടക്കുന്ന ഒരു സൺഡേ ആണ്. സൺഡേ ഈ വാർത്ത പത്രത്തിൽ വാർത്ത വന്നത് ഈ വണ്ടി ഓടിച്ച ആള് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നുള്ള വാർത്ത ഞാൻ വീട്ടിൽ ഇരുന്നോണ്ട് എന്റെ പത്രത്തിലാണ് ഞാൻ വായിച്ചത്. അപ്പോഴാണ് കർത്താവ് എന്തുമാത്രം വലിയൊരു അപകടത്തിൽ എന്നെ വിടുവിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇത് കഴിഞ്ഞ് ഞാൻ ഡൽഹി പഠിക്കാൻ പോയി. ഞാൻ ലോ പഠിക്കാൻ ഡൽഹിയിലാണ് പോയത്. അങ്ങനെ അവിടെ പഠിക്കാൻ പോയപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് എനിക്ക് 2 ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 1 വർഷം നഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എവൻലിവീസിലാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. ഞാൻ 2009 നമ്മുടെ തിരുവല്ല ക്രൂസൈഡിലാണ് ഞാൻ ആദ്യം എവൻലിവീസിലേക്ക് വരുന്നത്. അപ്പം ഡൽഹിയിൽ ആയിരുന്നപ്പോൾ ഞാൻ എവൻലിവീസിന്റെ മീറ്റിങ്ങിനൊക്കെ പോകുമായിരുന്നു. പക്ഷെ എന്റെ ഈ വർഷം നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ വേറെ ഒരു ജൂനിയർ ബാച്ചിൽ പോയിരിക്കുകയും എനിക്ക് എന്റെ വർഷം റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ കർത്താവുമായിട്ട് അകന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യം വന്നു എന്നൊക്കെ ചോദിച്ച് ഞാൻ കർത്താവിന് ഒരു പൂർണ്ണമായിട്ടും ലോക വഴിയിലേക്ക് പോയി. ഞാൻ അഡിക്ഷന്റെ പാതയില്ല, ഈ ലോകത്തിലെ മോഹങ്ങളുടെ പുറയിൽ ഞാൻ പോയി. പക്ഷെ അവിടെയും എന്നെ കൈവിടാത്തൊരു കർത്താവ് ഉള്ളതിന്റെ കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ വിദ്യാഭ്യാസം തകർന്ന് അങ്ങനെ ഞാൻ അവിടെ പഠിക്കുന്ന കോളേജിലെ ഏറ്റവും മാർക്ക് ഏറ്റവും കുറവ് എനിക്കായിരുന്നു എന്റെ ക്ലാസ്സില്. അങ്ങനെ ഞാൻ 2016 പഠിച്ചിറങ്ങുന്നത്, ഞാൻ 2017 പഠിച്ചിറങ്ങുന്നത്. പഠിച്ചിറങ്ങിയ സമയത്ത് നമ്മുടെ കോളേജ് പ്ലേസ്മെന്റ്സിന് ഇരിക്കണമെങ്കിൽ മിനിമം ഒരു 60% എങ്കിലും മാർക്ക് വേണം. എനിക്ക് 60% ഇല്ല, എനിക്ക് 52% ഉള്ളു. അപ്പൊ എനിക്ക് കോളേജ് പ്ലേസ്മെന്റ് ഒന്നും ഞാൻ അറിയാനല്ലായിരുന്നു. അപ്പൊ ഞാൻ ഡൽഹി ബാർ കൗൺസിൽ മെമ്പർഷിപ്പ് 2017 ഡൽഹി ബാർ കൗൺസിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ ബാംഗ്ലൂർ വന്നു. ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ എന്റെ ജീവിതം മൊത്തം തിരിച്ചു പിടിക്കണം. ഞാൻ അങ്ങനെ എന്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് എന്റെ അഡിക്ഷനിൽ നിന്നെല്ലാം നീ എന്നെ രക്ഷിക്കണം. എന്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു വിഡ്രോവൽ സിംറ്റംസ് ഒന്നുമില്ലാതെ കർത്താവ് എന്റെ അഡിക്ഷനിൽ നിന്ന് എന്നെ ബ്രേക്ക് ഓഫ് ചെയ്തു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ വന്നു. ഞാൻ ബാംഗ്ലൂർ ആദ്യം കുറച്ചാൾ കോടതി പ്രാക്ടീസ് ചെയ്തു. പക്ഷെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാലും എനിക്ക് എന്റേതായ ആ ഒരു മെന്റാലിറ്റിയിൽ സത്യം പറഞ്ഞാൽ ജോലി കിട്ടുന്ന കാര്യത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ സ്വന്തം എഫേർട്ടിൽ തന്നെ ചെയ്യണം, സ്വന്തം ഇതിൽ തന്നെ നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നതിൽ നമ്മളാണ് ആദ്യം ഫുൾ എഫേർട്സ് ഇടേണ്ടത്, പിന്നെ ദൈവം വന്ന് സഹായിക്കത്തുള്ളൂ എന്നൊക്കെയാണ് ഞാൻ അന്നും വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എന്റെ സ്വന്തം എഫേർട്സിൽ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ എനിക്ക് എന്റെ സ്വന്തം എഫേർട്സിൽ എപ്പോഴും നമ്മുടെ എഫേർട്സിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ എത്ര ആണെങ്കിലും നമ്മുടെ
എഫേർട്സിൽ തന്നെ വിശ്വസിച്ച് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഞാനത് പൂർണ്ണമായിട്ടും കർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 1.5 വർഷം കൊണ്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കർത്താവ് എന്നെ ഉയർത്തി മാനിച്ചു. ഇന്നിപ്പം ഞാനൊരു കമ്പനിയുടെ ലീഗൽ ഹെഡായിട്ട്, ഒരു ഫിൻടെക് കമ്പനിയുടെ ലീഗൽ ഹെഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ച് 2 ഫസ്റ്റ് റാങ്കും 3rd റാങ്കും മേടിച്ച 2 സുഹൃത്തുക്കള് ഒരു പ്രാവശ്യം ഞാൻ ലിങ്ക്ഡിനിൽ എനിക്കൊരു ജൂനിയർ അസോസിയേറ്റിനെ വേണമായിരുന്നു. അപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പം ഈ ഫസ്റ്റ് റാങ്കും 3rd റാങ്കും മേടിച്ചവർ എന്നെ വിളിച്ചിട്ട്, ബ്ലെസൻ, ഈ ജോലിക്ക് ഞങ്ങളെ കൺസിഡർ ചെയ്യാമോ എന്ന് എന്നോട് ചോദിക്കത്തക്കോണം കർത്താവ് എന്നെ ഉയർത്തി മാനിച്ചു. എൻ്റെ കൂടെ പഠിച്ച ബാച്ച്മേറ്റ്സിനെക്കാട്ടിലും എല്ലാരെക്കാട്ടിലും ഞാൻ ഒരുപാട് പടി മുന്നിലാണ്. ഞാൻ എൻ്റെ അവരെക്കാട്ടിലും ഒക്കെ ഞാൻ ഒരുപാട് പടി മുന്നിലാണ്. എൻ്റെ സാലറി ആയിക്കോട്ടെ, എല്ലാ രീതിയിലും കർത്താവ് എന്നെ ഉയർത്തി മാനിച്ചു. ഞാൻ ഇന്നിപ്പം എൻ്റെ സാക്ഷ്യം, എൻ്റെ ജീവിതത്തിലെ എൻ്റെ നെഗറ്റീവ് അവസ്ഥകളെല്ലാം എനിക്ക് കർത്താവ് ഏറ്റവും വലിയൊരു സാക്ഷ്യമാക്കി. എനിക്കിപ്പം എൻ്റെ കൂടെ പഠിച്ച പിള്ളേരോടൊക്കെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഒരുപാട് പേര് ആ അഡിക്ഷനിൽ നിന്നും ഒരുപാട് പേര് കർത്താവിനെ അറിയുവാനും ഇടയായിട്ടുണ്ട്. സർവ്വമഹത്വം കർത്താവിന് തന്നെ. താങ്ക് യു ബ്ലെസൻ ബ്രദർ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തകർന്നു പോകേണ്ടുന്ന ഒരു ജീവിതമായിരുന്നു. പക്ഷെ ആ ജീവിതത്തെ കർത്താവ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പണിഞ്ഞ്, ഇന്നത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മദ്യപാനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതം എല്ലാ രീതിയിലും തകർന്നു എന്നുള്ളവരുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, കർത്താവ് നിങ്ങളെ വിടുവിക്കും. ആ വിടുവിക്കാൻ മതിയാൻ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ആര്യൻ ബ്രദറിന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാം. ആര്യൻ ബ്രദറിന്റെ ജീവിതത്തിലും ഇതുപോലെ തന്നെ തന്റെ എല്ലാ രീതിയിലും തകർന്ന അവസ്ഥയാണ്. വിദ്യാഭ്യാസമായാലും കുടുംബമായാലും പിതാവിനെ ഒന്നും കാണാതെ ഏറ്റവും തകർന്ന അവസ്ഥ. പക്ഷെ അതിനകത്തുനിന്നെല്ലാം കർത്താവ് വിടുവിച്ചത് ഏറ്റവും ബെസ്റ്റ് നിർത്തിക്കുന്നത്. നമുക്ക് ആര്യ ബ്രദറിലൂടെ കേൾക്കാം. ആര്യ ബ്രദറെ അതൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും സ്വത്രം കർത്താവിനെ ഇരിക്കട്ടെ. എല്ലാ മഹത്വം എന്റെ കർത്താവിനത്രേ. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇന്ന് കർത്താവെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു യോഗ്യതയില്ല. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ, ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ പോലും നിൽക്കുമ്പോൾ എല്ലാം എന്റെ കർത്താവ് എന്നെ നിർത്തിയത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. എന്റെ നാട് തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ കർത്താവിനെ അറിയാത്ത ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ അറിയുന്നെന്ന് പറയുന്നത് എന്റെ വളരെ ചെറുപ്പത്തില്, എനിക്ക് 1 വയസ്സായപ്പോൾ തന്നെ എന്റെ അച്ഛൻ ഉപേക്ഷിച്ച് അച്ഛൻ വിദേശത്തോട്ട് പോയായിരുന്നു. അച്ഛൻ ഇനി നാട്ടിലോട്ടേ വരത്തില്ല, ഇനി കാണണ്ട എന്ന് പറഞ്ഞ അച്ഛൻ പോയത്. ഞാൻ അച്ഛന്റെ ഫോട്ടോയും ഒപ്പം അച്ഛന്റെ ശബ്ദം ടെലിഫോണിലൂടെ അച്ഛന്റെ ശബ്ദം മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഞങ്ങളുടെ ബന്ധുക്കള് വിദേശത്തോട്ട് ചെല്ലുമ്പോൾ അച്ഛൻ പറയും, ഞാൻ നാട്ടിലോട്ട് വരത്തില്ല, ഇനി എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞാ പോയത്. ഞാൻ അച്ഛനോട് കത്തുകളിലൂടെയും ഒപ്പം ടെലിഫോണിലൂടെയും അച്ഛൻ വരണം, എനിക്ക് കാണണം എന്നൊക്കെ പറയുമ്പോൾ പോലും അച്ഛൻ പറയും, എനിക്ക് കാണണ്ട, ഞാൻ നാട്ടിലോട്ട് വരത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. ശരിക്കും ഞാൻ അന്ന് മുതൽ കാണുന്ന എന്റെ അമ്മയുടെ കരച്ചിലാണ്. കാരണം ഞങ്ങൾക്ക് ആരും സഹായത്തിനുണ്ടായിരുന്നില്ല. എന്റെ അമ്മ തുടർന്ന് അമ്മയുടെ കുടുംബ ഭവനത്തിലോട്ട് വന്നു. അവിടെയും ഞാൻ ശരിക്കും ഒരു അന്ധകാരത്തിലോട്ട്, ഇരുട്ടിലോട്ട് തന്നെയാണ് വന്നത്. കാരണം എന്റെ അമ്മയുടെ അമ്മയ്ക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം പിടിപെട്ടു. ഒപ്പം അമ്മയുടെ അനിയത്തെ ഹസ്ബൻഡ് വളരെയധികം മദ്യപാനിയായിരുന്നു. അപ്പൊ ഞാൻ കാണുന്നത് ഇവർ 3 പേരും മാറി നിന്ന് എപ്പോഴും കരച്ചിൽ കണ്ട. എന്റെ അമ്മ രാവിലെ അമ്മയുടെ കരച്ചിൽ കണ്ടാണ് ഞാൻ എഴുന്നേക്കുന്നത് പോലും. ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ജീവിതം, ഇങ്ങനെയാണ് ജീവിതം. സുഹൃത്തുക്കൾ വന്ന് അവരുടെ അച്ഛൻ ഇങ്ങനെ ഒരിടത്ത് കൊണ്ടുപോയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശരിക്കും അറിഞ്ഞിട്ടില്ല. കാരണം എന്റെ അച്ഛൻ ഞാൻ അടുത്തില്ല, അച്ഛന്റെ സ്നേഹം ഞാൻ കണ്ട് വളർന്നിട്ടില്ല. അങ്ങനെ അമ്മ കർത്താവിനെ അറിയാൻ തുടങ്ങി. പത്രത്തിൽ ഞങ്ങൾ ഒരു വാർത്ത കണ്ടു. അങ്ങനെ തുടർന്ന് എന്റെ കുടുംബം ആരാധനയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അന്ന് തങ്കു ബ്രദർ എന്റെ അമ്മച്ചിയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അമ്മച്ചി തിരിച്ചു വന്നിട്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നത്, അന്ന് എനിക്ക് 13 വയസ്സായിരുന്നു. അന്ന് അമ്മച്ചി വന്ന് തന്നെ പറയാ, എനിക്ക് വയറ്റില് വേദന മാറി തുടങ്ങി, എനിക്ക് സൗഖ്യം അറിയാൻ തുടങ്ങി, ഒപ്പം സമാധാനം കിട്ടിയെന്ന്. അപ്പോ എന്റെ അമ്മയും തുടർന്ന് മീറ്റിങ്ങിന് കടന്നു പോകാൻ തുടങ്ങി. അതുവരെ 13 വർഷം വരെ ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടില്ല. ഇനി നാട്ടിലോട്ട് വരത്തില്ലെന്ന് പറഞ്ഞ അച്ഛൻ, അമ്മ ഒരു ദിവസം മീറ്റിങ്ങിന് പോയ ദിവസം ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പറയുക, ഞാൻ ഉടനെ നാട്ടിലോട്ട് വരുന്നുണ്ട്, നിങ്ങൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വരണമെന്ന്. ഇനി എന്റെ ജീവിതം ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചു. ആ ചെറുപ്പത്തിൽ തന്നെ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്ന് നടത്തുന്നത്. പക്ഷെ എന്റെ കർത്താവിനെ അറിഞ്ഞപ്പോ അവിടെ ഒരു രക്ഷകനായിട്ടാണ് ഞാൻ എന്റെ കർത്താവിനെ ഞാൻ കണ്ടത്. കാരണം ഇനി ഒരിക്കലും ഈ ഒരു അവസ്ഥ മാറത്തില്ല എന്ന് വിചാരിച്ചെടുത്ത് തുടർന്ന് എന്റെ കൊച്ചപ്പന്റെ മദ്യപാനം പൂർണ്ണമായിട്ട് വിട്ടുമാറിയത് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ കണ്ടു തുടങ്ങിയത് ഇത്രയും വലിയ അത്ഭുതം. പക്ഷെ ഞാൻ ആ സമയത്ത് ആ കർത്താവിന്റെ സ്നേഹത്തെ എത്ര മനസ്സിലാക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചു യേശു രക്ഷകനാണ്, അപ്പോൾ കർത്താവ് രക്ഷിക്കും എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ കർത്താവ് എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത് ഞാൻ അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
തുടർന്ന് എന്റെ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഞാൻ ഒട്ടും പഠിക്കാതെയായി. ഞാൻ വെറും ഒരു ആവറേജ് സ്റ്റുഡന്റിൽ നിന്ന് നേരെ ബിലോ ആവറേജ് സ്റ്റുഡന്റിലോട്ട് പോയി. 10 സബ്ജക്ട് ഉണ്ടെങ്കിൽ ഞാൻ വെറും ജയിക്കുന്നത് വെറും ആകെ 4 സബ്ജക്റ്റാണ്, വെറും ലാംഗ്വേജ് പേപ്പർ മാത്രം. മെയിൻ ആയിട്ടുള്ള സബ്ജക്ട് പേപ്പർ എല്ലാം ഞാൻ ഫെയിൽ ആയിരുന്നു. എന്റെ മാത്സിന്റെ മാർക്ക് സാറ് 0 ഇടാൻ മടിച്ചിട്ട് 1 മാർക്കായിരുന്നു എനിക്ക് തന്നുകൊണ്ടിരുന്നത്. ഞാൻ തന്നെ വിചാരിച്ചു എന്നെ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല, കാരണം ഹിസ്റ്ററിയുടെ ഒക്കെ ടെസ്റ്റ് എടുത്തിട്ട് എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു സാധാരണ ഒരു ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു വൈറ്റ് കോളർ ജോബിനൊന്നും എനിക്ക് പറ്റത്തില്ല. കാരണം ഇത് എനിക്ക് അറിയത്തില്ല, പഠിക്കാൻ പോലും അറിയത്തില്ല, ഇങ്ങനെ തുടങ്ങണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അമ്മ എന്നോട് പറയും, നീ പ്രാർത്ഥിക്ക്, കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. അമ്മ എന്നെ നിർബന്ധിച്ച് ആരാധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ആരാധനയ്ക്ക് പോയിട്ട് വെറും ഒരു കാഴ്ചക്കാരനെ പോലെ ഇരുന്നിട്ട് മടങ്ങി വരാനായിരുന്നു എനിക്ക് ഇഷ്ടം. അങ്ങനെ മീറ്റിങ്ങിന് അമ്മ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ശരി, അമ്മയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് എത്തി. എല്ലാവരും പറഞ്ഞു ലൈഫ് ചേഞ്ചിങ് ഇയർ ആണ് ഇത്, ഇവിടെ പഠിക്കണം. എല്ലാവരും പറഞ്ഞു മാർക്ക് വാങ്ങിക്കണം. കൂടെ നിന്ന് സുഹൃത്തുക്കളെല്ലാം പഠിക്കാൻ വേണ്ടി പോയി. ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഞാൻ എന്നാ പിന്നെ ഞാനും പഠിച്ചേക്കാം എന്നും പറഞ്ഞ് പഠിക്കാൻ നോക്കിയപ്പോൾ ഇവിടെ പഠിക്കണമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു, റാങ്ക് ഫയൽ എന്ന് പറഞ്ഞൊരു ഗൈഡ് ഉണ്ട്, ആ ഗൈഡ് വാങ്ങിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റും. പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, ജയിക്കാനുള്ള മാർക്ക് അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് വാങ്ങിച്ച് പഠിച്ചേക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ 10ാം ക്ലാസ് ജയിക്കണം. എന്നാൽ ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് ആ ബുക്ക് വേണം, എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, നമുക്ക് പിന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് പഠിക്കണം, എനിക്ക് ആ ബുക്ക് വാങ്ങി തരണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പൊ കാശൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യ്, കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ മീറ്റിങ്ങിനൊക്കെ അമ്മ നിർബന്ധിച്ച് കൊണ്ടുപോകുമെങ്കിൽ പോലെ ഞാൻ കേട്ടൊരു വാക്കാണ് എക്സ്പീരിയൻസ് ജീസസ്. ഞാൻ ഇത് കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ അന്ന് കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്ത ഞാൻ ചോദിച്ചു, കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ റാങ്ക് ഫയൽ തരണമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. തൊട്ടടുത്ത ദിവസം എനിക്കൊരു മോഡൽ എക്സാം ആയിരുന്നു. ആ എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. എന്റെ ബാഗ് തുറന്നു നോക്കിയപ്പോൾ ഒരു പുതിയ റാങ്ക് ഫയൽ എന്റെ ബാഗിനകത്ത് ഇരിക്കുന്നു. ഒബ്വിയസ്ലി ഞാൻ വിചാരിച്ചു എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും മാറിക്കൊണ്ട് വെച്ചതായിരിക്കും, കാരണം എക്സാം ആണ്, എല്ലാവരും ബാഗ് പുറത്തു കൊണ്ട് വയ്ക്കുമെന്ന്. ഞാൻ ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ബുക്ക് മാറി വെച്ചിട്ടുണ്ടോ, കാരണം എന്റെ ബാഗിനകത്ത് പേര് പോലും എഴുതിയിട്ടില്ല. അന്ന് അവർ പറഞ്ഞു, ഇല്ല നീ തന്നെ വെച്ചതായിരിക്കും, ഇത് ഞങ്ങൾക്ക് ആരും ബുക്കൊന്നും മാറിയിട്ടില്ല. നന്ദി, എനിക്ക് മനസ്സിലായി എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ചോദിക്കുന്നതിലും ഒരു അപ്പന്റെ സ്നേഹവും ഒരു സുഹൃത്തിന്റെ സ്നേഹവും തന്നെ എന്നെ നടത്തുന്ന ഒരു നല്ലൊരു കർത്താവുണ്ടെന്ന്. തുടർന്ന് ഞാൻ എന്റെ വിദ്യാഭ്യാസം എന്റെ കർത്താവിന്റെ കൂടെ പഠിക്കാൻ തുടങ്ങി. അപ്പായി ഞാൻ പഠിക്കുമ്പോൾ ഒരു ചെയർ എടുത്തിട്ട് പഠിക്കാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, എന്റെ ഗ്രാഫ് പതിയെ ഉയരാൻ തുടങ്ങി. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് 10ാം ക്ലാസ് കർത്താവ് എന്നെ കൃപയാൽ ജയിച്ചു. ഒപ്പം തുടർന്ന് +1 +2 സ്കൂൾ ലീഡർ ആവാൻ കർത്താവ് കൃപ തന്നു. ഒപ്പം എനിക്ക് ഡിഗ്രി തന്നു കർത്താവ്. എന്നെ കൊണ്ട് പറ്റത്തില്ല, ടീച്ചർമാർ പോലും ആരുടെ ഇങ്ങനെയാണെങ്കിൽ നീ ഫെയിൽ ആവും എന്ന് പറഞ്ഞിടത്ത്, എല്ലാവരും തള്ളപ്പെട്ടിടത്ത് നിന്ന് കർത്താവ് എന്നെ പതിയെ എല്ലായിടത്തും അവിടെ ഒരു മോഡലാക്കി കർത്താവ് നിർത്താൻ തുടങ്ങി. ഇന്ന് ഞാൻ കേൾക്കുന്നവരോട് പറയട്ടെ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ യേശു കർത്താവിന്റെ കൃപ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് നിങ്ങളുടെ ഏത് സാഹചര്യമായിക്കോട്ടെ കർത്താവിന്റെ കരങ്ങളിലോട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് റിജു ബ്രദറും ബ്ലസം ബ്രദറും പറയുന്ന പോലെ ഹല്ലേലൂയ, ഞാൻ രുചിച്ചറിഞ്ഞ അതേ സ്നേഹം നിങ്ങൾ രുചിച്ചറിയും. കാരണം ഒരു സാഹചര്യവും ഇല്ല, കാരണം എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നടുത്ത് എന്നെ കർത്താവ് MBA ഡിസ്റ്റിങ്ഷനോടെ പാസ്സാക്കി. ജോലി 80% കുട്ടികളും എന്റെ ക്യാമ്പസിൽ നിന്ന് പ്ലേസ്ഡ് ആയ സമയത്ത് ഒരു മാർഗവും ഇല്ലായിരുന്നു. കാരണം എല്ലായിടത്തും എല്ലാ പ്ലേസ്മെന്റ്സും സെല്ലും ക്ലോസ് ആയ സമയത്ത് എനിക്ക് വേണ്ടി കർത്താവ് അക്സെഞ്ചർ എന്ന് പറഞ്ഞൊരു കമ്പനി ബാംഗ്ലൂരിലോട്ട് ഒരുക്കി. അതും എന്റെ കമ്പനിയിൽ നിന്ന് ഏറ്റവും ഹയർ സാലറിയിലാണ് കർത്താവിനെ പ്ലേസ്ഡ് ആക്കിയിരിക്കുന്നത്. എല്ലാവരും നമ്മൾ തന്നെ വിചാരിച്ചേക്കാം എല്ലാം അവസാനിച്ചു, ഡെഡ് എൻഡ് ആണ്, എല്ലാം എല്ലാം തീർന്നു എന്ന്. പക്ഷെ ഇല്ല, എന്റെ കർത്താവിന്റെ മുഖത്തേക്കാണ് നിങ്ങൾ നോക്കിയത്. ഒരു നാളും ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല. നിങ്ങളുടെ ഏത് സാഹചര്യമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ. അന്ന് എന്റെ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഇനി വരാൻ പറ്റത്തില്ല, ഇനി ഒരു കുടുംബമായിട്ട് താമസിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇന്നൊരു കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. എന്റെ എല്ലാ മേഖലകളും കർത്താവ് അത്ഭുതം ചെയ്യാൻ തുടങ്ങി. എന്റെ കർത്താവിന് കൂടെ ചേരാൻ തുടങ്ങിയപ്പോൾ ഒരു നല്ല സുഹൃത്തായിട്ട്, ഒരു നല്ല അപ്പനായിട്ട്, ഒരു നല്ല ടീച്ചറായിട്ട് എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ ഇതിന്റെ പേഴ്സണലി ഞാൻ രുചിച്ചറിഞ്ഞ യേശുവാ. നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യും. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആര്യൻ ബ്രദറെ. ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലും തകർന്നു പോയ ജീവിതങ്ങളെ കർത്താവ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. അവരെല്ലാം ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളായിട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും ഉന്നതമായിട്ട് കർത്താവ് അവരെ എല്ലാം മാനിച്ചിരുന്നു. അവരുടെ കുടുംബത്തോടൊപ്പം കർത്താവ് അവരെ ലോകത്തിന് ഒരു അത്ഭുതമാക്കിയ കർത്താവ് അവരെ ഓരോരുത്തരെ നിർത്തിയിരിക്കുന്നത്. ഇത് കാണുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, ഏറ്റവും തകർന്ന അവസ്ഥയിലായിരിക്കും, പക്ഷേ കർത്താവിന് നിങ്ങളെ വിധിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. തുടർന്ന് നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ മധ്യ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും ജോജി ബ്രദർ ആണ്. ഓവർ ടു യു ജോജി ബ്രദർ. താങ്ക് യു സിസ്റ്റർ.
കർത്താവിന്റെ സ്നേഹവന്ദനം നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കുന്നു. വീണ്ടും വരുന്ന കർത്താവിന്റെ സ്നേഹവന്ദനം നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കുന്നു. ആവണ്ണം നമ്മുടെ ആത്മീയ പിതാവായ അല്ലെങ്കിൽ ഇടയനായ തങ്കുബാറിന്റെ പേരിലും തോമസ് ഒറ്റേവറിന്റെ പേരിലുള്ള സ്നേഹവന്ദനങ്ങൾ നേരെ ഓരോരുത്തരെ അറിയിക്കുന്നു. ഈ സാക്ഷിക്കൂട്ടം ദൈവരാജ്യത്തെ നമ്മളായ ഈ സാക്ഷികൾ പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും നിങ്ങളെല്ലാം കാണുന്ന ഏവരിലും വർദ്ധിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ജോജു, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. പക്ഷെ നമ്മളെ ഈ മറ്റു സഹോദരന്മാരും സഹോദരിയും പറഞ്ഞത് കേട്ടതുപോലെ ദൈവരാജ്യത്തിലെ അംഗങ്ങളും ക്രിസ്തുവിന്റെ സാക്ഷികളും ക്രിസ്തുവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന അരോമ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ സൗരഭ്യ വാസനയായ ഓരോ വ്യക്തികളാണ്. എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ പപ്പായും മമ്മിയും പഠിപ്പിച്ചു തന്ന യേശുവിനെ എനിക്കറിയാം. പപ്പായും മമ്മിയും പഠിപ്പിച്ചു തന്ന ആചാര്യത്തിലൂടെ ഞാൻ പോയി. അവർ പറഞ്ഞു തന്ന യേശു ആയിരുന്നു എൻ്റെ യേശു. ബാംഗ്ലൂരിൽ പോയി പഠിച്ചു. കോളേജിൽ നിന്ന് തന്നെ 1 വർഷത്തേക്ക് ഇറക്കി വിട്ടു. നമ്മൾ ഇംഗ്ലീഷിൽ അതിലെ ഡീബാർ എന്ന് പറയും. പിന്നെ 1.5 വർഷം ജോലിയില്ല. അപ്പൊ എൻ്റെ റെസ്യൂം 1 വർഷം ഡീബാർ, 1.5 വർഷം ഇയർ ഗ്യാപ്പ്, ജോലിയില്ലാത്ത നല്ലൊരു ഭംഗിയായ റെസ്യൂം. ഓക്കെ, അപ്പം എല്ലാ കമ്പനിയിലും ജോലി നോക്കുന്നു, പരാജയപ്പെടുന്നു, ഒന്നും കിട്ടുന്നില്ല. പാരമ്പര്യ രീതിയിൽ പഠിച്ച എല്ലാ പപ്പായും മമ്മിയും പഠിപ്പിച്ചതെല്ലാം ചെയ്തു, ഒന്നും നടക്കുന്നില്ല. അവസാനം മമ്മി പറഞ്ഞ കേട്ട് സ്വർഗീയ വിരുന്നിലെ ഒരു ദൈവദാസനായ അന്ന് ബാംഗ്ലൂർ തുടങ്ങുമ്പോൾ റജിബർ എന്നുള്ള ഒരു കർത്തദാസന്റെ അടുത്ത് പോകുന്നു. ഒരു യേശുവിന്റെ വചനം കേൾക്കുന്നു. പരാജയപ്പെട്ട റെസ്യൂമിന്റെ മേലെ ജയത്തിന്റെ യേശു അന്ന് അവിടെ വന്ന് വസിച്ചു. ഇന്ന് കേൾക്കുന്നവർ യേശുവിനെ അറിയുന്ന വ്യക്തികളായിരിക്കാം, യേശുവിനെ ചിലപ്പോൾ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഈ ബ്രദർമാരും സിസ്റ്റർമാരും പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുന്നവരും ആയിരിക്കാം. പക്ഷെ നമ്മൾ തൊട്ടതും രുചിച്ചറിഞ്ഞതുവരെ നമ്മൾ പറയത്തുള്ളൂ. അന്ന് ആ റെസ്യൂമിന്റെ മേലെ അന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പരാജയത്തിന് മേലെ ജയം യേശു കൊണ്ടുവന്നു. ഇന്ന് അങ്ങനെ ഒരു രോഗം വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. എന്നാൽ ആ രോഗത്തിന്റെ മേല് അമറാസ്കസ് പുകാസ്, ഒരു ഐ ബ്ലൈൻഡ് ആവും. ഇതിനു മുമ്പ് എറൈസ് ആൻഡ് ഷൈനിൽ ആ സാക്ഷ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാ. ആ രോഗത്തിന്റെ മേലെയും കർത്താവിന്റെ ജയം. മെഡിക്കൽ സയൻസിന് അല്ലെങ്കിൽ 10 MRI ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. അവിടെയും പരാജയം. സയൻസ് പരാജയമായ സ്ഥലത്ത് നമ്മുടെ യേശു ജയാളിയാന്ന് നമ്മൾ മറക്കല്ല. അതുകൊണ്ട് നിന്നെ കേൾക്കുന്ന ഏത് വ്യക്തികളാണെങ്കിലും നമുക്കൊരു ദൈവവചനം എടുക്കാം. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം. അപ്പൊ എല്ലാവർക്കും പരിചയമുള്ള ഒരു ദൈവവചനമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ഈ സാക്ഷിയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16. തന്റെ ഏകജായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതായത് ഞാൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, അല്ലെങ്കിൽ ഇന്ന് ഈ കേട്ട സാക്ഷിക്കൂട്ടം നശിച്ചു പോകാതിരിക്കേണ്ടതിന് പിതാവാം ദൈവം ലോകത്തെ അത്രയും സ്നേഹിച്ചു, സ്വന്തം പുത്രനെ നമ്മക്കായി തന്നു. ഇന്ന് ആര്യം ബ്രദറോട് അല്ലെങ്കിൽ ബ്ലസൺ ബ്രദറോട് അല്ലെങ്കിൽ ലിജു ബ്രദറോട് റിജോ ബ്രദറോട് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യം പറയും, പിതാവിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം എനിക്ക് പിതാവാം ദൈവമായ പിതാവിൽ നിന്ന് ലഭിച്ചു ക്രിസ്തു മുഖാന്തരം. ബ്ലസൺ ബ്രദറോട് ചോദിച്ചാൽ ബ്ലസൺ ബ്രദർ പറയും, ഡ്രഗ്സിന് അഡിക്റ്റ് ആയ ഞാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്നെ വിടുവിക്കാൻ പറ്റാത്തതും ആക്സിഡന്റ് ആയപ്പോൾ ഒരു കരം വന്ന് എന്നെ രക്ഷിച്ച ഒരു ദൈവസ്നേഹം. ലിജു ബ്രദറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ലിജു ബ്രദർ പറയും, പിതാവ് മരിച്ചുപോയി, പക്ഷെ പിതാവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം യേശുവിൽ നിന്നും, പിതാവാം ദൈവത്തിൽ നിന്നും യേശുവിൽ നിന്നും ലഭിച്ച ഒരു വ്യക്തി. സാമ്പത്തിക ബുദ്ധിമുട്ടിലെയും ജോലിയില്ലാതെ കടന്നുപോയ അവർക്ക് ലഭിച്ചൊരു സ്നേഹം. അപ്പോൾ നമുക്കൊരു പ്രാക്ടിക്കൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികളും ഈ സ്നേഹം എന്നെ വിടുവിക്കുമോ? ഇത്രയും അരിഷ്ടരായ എന്നെ കർത്താവ് വിടുവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേൾക്കുന്ന ഏത് വ്യക്തിയും കർത്താവ് വിടുവിക്കാൻ മതിയായവനാണ്. അവന്റെ ബലം ഏറിയ കരം എല്ലാവരെയും വിടുവിക്കും. ഏത് ആഴത്തിലാണോ കിടക്കുന്നത്, നമ്മൾ അതരം കൊണ്ട് അന്ന് ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിലെ എല്ലാം നശിച്ച് നമ്മൾ യേശുവേ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലോട്ട് വരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം കാണുന്ന രീതിയിൽ കാണാൻ പറ്റാത്ത രീതി, പക്ഷെ ഹൃദയത്തിനകത്തൊരു സമാധാനവും ഒരു ധൈര്യവും അന്ന് കർത്താവ് തന്നു. അന്ന് യേശുവിന്റെ നാമം നാവിലെടുത്തുകൊണ്ട് ഉള്ളത് കൊണ്ടാണ് ഇന്ന് സാക്ഷിയായിട്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. ഇന്ന് പ്രാക്ടിക്കലിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്കെയില്, നമ്മളൊരു സ്കെയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിനകത്ത് 15 സെന്റിമീറ്റർ ഉണ്ട്, ഒരു 6 ഇഞ്ചും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ഒരു ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ 1 ലിറ്റർ വാട്ടർ ബോട്ടിലിനകത്ത് ഇത്ര വെള്ളം, അതിനകത്ത് 3/4 ഉള്ളെങ്കിൽ നമ്മൾ പറയും ഇതിനകത്ത് 750 ml ഉള്ളൂ എന്ന് കടക്കാരോട് പറയും. ഇത് 1 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ നമുക്ക് അളക്കാൻ അറിയാം. നമ്മൾ പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1 ലിറ്റർ പെട്രോളിനകത്ത് എത്ര ലിറ്റർ നമ്മുടെ ബൈക്കിനകത്തോ വണ്ടിക്കകത്തോ കയറും.
ഒരു തെങ്ങിന്റെ ഉയരം എത്രയാന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. എന്നാൽ ഭൂമിയുടെ ആഴവും വീതിയോ ആഴവും ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലോട്ടുള്ള ദൂരം എത്രയാന്ന് ചോദിച്ചാൽ അതും അറിയാം. എന്നാൽ സയന്റിസ്റ്റുകാർ ഇപ്പൊ കണ്ടുപിടിച്ചതുപോലെ ഏറ്റവും അകലെയുള്ള നക്ഷത്രം എത്രയാന്ന് പറഞ്ഞാൽ 2800 കോടി പ്രകാശവർഷം ദൂരെയാണ് അവസാനം ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുക ഏറ്റവും ദൂരമുള്ള നക്ഷത്രം. അതിന്റെ വ്യാഴം എല്ലാം അറിയാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതിന് എന്നെയായ അരിഷ്ട മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് അതിൽ നിന്നൊക്കെ മീതെ പിതാവാം ദൈവം സ്വന്തം പുത്രനെ അയച്ച് രക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് യോഗ്യനാ? അതുകൊണ്ടാ സങ്കീർത്തനങ്ങളിൽ ദാവീദ് ഇങ്ങനെ പറയുന്നേ, ഈ മനുഷ്യനെ ഓർത്ത് ഈ മനുഷ്യനായ എന്നെ ഓർക്കാൻ ഞാൻ എന്താ ഉള്ളൂ എന്ന് സങ്കീർത്തനങ്ങൾ ചോദിക്കും. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ 3-ാം സ്വർഗം വരെ കയറിയ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ഇങ്ങനെ ചോദിക്കുക, അതായത് ആഴവും നീളവും വീതിയും കവിയുന്ന ദൈവസ്നേഹം, പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം, അതായത് എൻ്റെ ബുദ്ധിക്കും എൻ്റെ നിലവുകൾക്കും അറിയാത്തൊരു ദൈവസ്നേഹം, അത്രയും ദൈവസ്നേഹം ചൊരിയാൻ മാത്രം ഞാൻ ആരാ എന്ന പൗലോസ് അപ്പോസ്തലനും കൂടി നമ്മളെ പഠിപ്പിക്കുന്നു. അതേ പൗലോസ് അപ്പോസ്തലൻ ജയിലിനകത്ത് ഇരിക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ എഴുതുക, സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ, ഞാൻ വീണ്ടും പറയുന്നു സന്തോഷിപ്പിൻ. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ജയിലിനകത്ത് ഇരിക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറയാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തികളോട് ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ യേശുവെ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് ആ സ്ഥലത്തിൽ വന്ന് ജയം നേടും. ഇന്ന് ചിലപ്പോൾ ഞാൻ രോഗിയായിരിക്കാം, ഞാൻ പ്രാർത്ഥിച്ചു, അത്ഭുതം കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്നെ കേൾക്കുമോ, കർത്താവ് അത്ഭുതം ചെയ്യുമോ? നിങ്ങൾ ആ സ്നേഹവും നടന്നു നോക്കിയേ. നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ കൊച്ച് നമ്മുടെ കൊച്ചാന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. ആ പിതാവിന് ആ കൊച്ചാ ഇമ്പോർട്ടൻ്റ്. അവന് എന്തെങ്കിലും പറ്റിയാൽ അല്ലെ ഭക്ഷണം കൊടുക്കുന്ന പോലെ അയൽവാസിയുടെ കൊച്ചിന് കൊടുക്കത്തില്ല. എങ്ങനെയാണെങ്കിൽ കർത്താവ് ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയിൽ നിന്ന് സ്വന്തം പുത്രനെ നമുക്ക് തന്ന് രക്ഷിക്കാൻ വേണ്ടി ആ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു നരകം ഇല്ലായിരുന്നെങ്കിൽ നന്നായനെ. ബാബുവൊക്കെ ചെയ്ത് നല്ല ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല. ഇപ്പൊ ഞാൻ നരകം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ സ്വർഗത്തിനായി നന്ദി, സ്വർഗത്തിനായി നന്ദി. അതുകൊണ്ട് എനിക്കറിയാം, യേശുവിൽ വിശ്വസിച്ച് ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചത് കൊണ്ട് ഞാൻ മരിച്ചാലും ജീവിക്കും, എനിക്ക് മരണമില്ല എന്നറിയാം. അപ്പം ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ഏത് അവസ്ഥയിലായിക്കോട്ടെ, നിങ്ങൾ ചിലപ്പം ഡ്രഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൊല്ലാനുള്ള ദേഷ്യം ചിലപ്പോൾ കണ്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല കർത്താവെ, അല്ലെങ്കിൽ ഞാൻ എല്ലാം ശ്രമിച്ചു നോക്കി, അവിടെ പരാജയമാണ്, എന്നെ കൊണ്ട് ഇത് നടക്കുന്നില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഈ അവസ്ഥയിലൂടെ ഒക്കെ പോയിട്ടുള്ള ആര്യം ബ്രദറും ബ്ലസ്സം ബ്രദറും ലിജോയും എല്ലാം ഈ സാക്ഷ്യത്തിൽ ഊങ്ങി നിൽക്കുക ചെയ്യുന്നത്. കാരണം ഞങ്ങളെ വിടുവിച്ച കർത്താവ് നിങ്ങളെ വിടുവിക്കുന്ന നമുക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജാവ് ഉണ്ടെങ്കിൽ രാജാവിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവ് പകുതി സ്ഥലം അയാൾക്ക് കൊടുക്കുമായിരിക്കാം, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അകത്ത് പൂർണ്ണ ഒരു പകുതി മുഴുവൻ എന്നെ വിടുവിക്കേണ്ടതിന് വേണ്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷെ എന്നെ വിടുവിക്കേണ്ട അതൊന്നും പറ്റത്തില്ല. എന്നെ വിടുവിക്കാൻ ലോകം മുഴുവൻ വാക്കുകൾ ഉണ്ടാക്കി വിടുവിച്ചാലും എന്നെ വിടുവിക്കാൻ പറ്റത്തില്ല കർത്താവിന്. ഇല്ല, സ്വന്തം പുത്രനെ തന്നെ കൊടുക്കണം. ആ സ്നേഹം, നിങ്ങൾ പരിജ്ഞാനത്തിൽ കവിയുന്ന ദൈവസ്നേഹം, അത് നമ്മുടെ ഹൃദയത്തിനകത്തൊന്ന് വസിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം ആ സിറ്റുവേഷനിൽ കർത്താവ് ഇന്ന് ഈ ബ്രദർമാരും സിസ്റ്റർമാരും പറഞ്ഞത് ശരിയാണോ? ഈ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം വാസ്തവമാണോ? ആ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളൊന്നും ഇത്രമാത്രം പറിച്ചറിച്ചാൽ മതി. പ്രിയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് കേട്ട സാക്ഷ്യം ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ക്ഷണിക്കുക, എൻ്റെ ജീവിതത്തിലോട്ട് വന്ന് എൻ്റെ ഈ അവസ്ഥകളിൽ നിന്നൊരു മാറ്റം വരാൻ നീ എന്നെ സഹായിക്കണമെന്ന് ഏത് വ്യക്തി പ്രാർത്ഥിക്കുന്നോ ആ വ്യക്തി യേശുവിന്റെ സ്നേഹം തിരിച്ചറിയും. ആ വ്യക്തിക്ക് യേശുവിന്റെ സമാധാനം വരും. അളവിൽ കൂടുതലുള്ള ദൈവത്തിന്റെ സ്നേഹം ആ വ്യക്തിയിലോട്ട് ഒഴുകും, ഭവനത്തിലോട്ട് ഒഴുകും. അവനൊരു ജയാളിയായി മാറും. എന്നുവെച്ചാൽ അതായത് മരിച്ച യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ അതേ ശക്തി ഞങ്ങളുടെ റെസ്യൂമില്, ബ്ലസൻ ബ്രദർ റെസ്യൂമില്, ആര്യം ബ്രദറിന്റെ ജീവിതത്തിൽ, ലിജോ ബ്രദറിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതേ ശക്തി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും വ്യാപരിക്കും. കർത്താവ് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജോജു ബ്രദറെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ
ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നീ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോഴും അനേകരുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു വിടുതലായിരിക്കും കൊടുക്കാൻ പോകുന്നത്. തുടർന്ന് ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗ് അവസാനിക്കുകയാണ്. പക്ഷെ നമ്മുടെ മീറ്റിംഗ്സ് ഒന്നും തന്നെ അവസാനിക്കുന്നില്ല. തുടർന്ന് 11 മണിക്ക് തോമസ് ബ്രദർ നയിക്കുന്ന കർത്താവിന്റെ ചിറകടിയിലുണ്ട്. അതുപോലെ തന്നെ രാത്രി 8:30-ക്ക് തങ്കു ബ്രദർ നയിക്കുന്ന ഇന്നർ ചേംബർ ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ 24/7 നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനാ വാരിയേഴ്സ് തയ്യാറാണ്. 048122305555 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാക്ഷ്യങ്ങളുണ്ട്, ടെസ്റ്റിമണീസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. ഇപ്പോൾ സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. 7025999555 എന്നുള്ള നമ്പർ. ആ നമ്പറിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം എല്ലാവർക്കും കർത്താവ് തരട്ടെ. ഓവർ ടു യു ഓണർ ബ്രദർ. കരങ്ങളൊക്കെ വെച്ചു പ്രാർത്ഥിക്കാൻ പോവാ. ഇനിയും ലെറ്റ് us pray. Hallelujah, let us give that command right now in the name of Jesus. അതുപോലെ തന്നെ അപ്പർ ബാക്ക് ഈ ഒരു നിങ്ങൾക്ക് ചെറിയതായിട്ടൊരു ചെറിയൊരു കൂനുണ്ട്. അത് പലരും പറഞ്ഞു. ആ കൂൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു അപ്പർ ബാക്കിലെ ഒരു വേദന എന്നെ പരിശുദ്ധ കരങ്ങൾ വെച്ചോ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ശരീരങ്ങളുടെ മേൽ അധികാരം എടുക്കുന്നു. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ ഇല്ലാത്ത അവയവങ്ങളെ ഞാൻ തിരിച്ചു വിളിക്കുന്നു. കർത്താവെ, ആ മുഴ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവെ, മുഴ അവിടെ നിൽക്കുന്നതുകൊണ്ട് വേറെ പല ചിന്തകളാണല്ലോ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത്. ആ ഒരു ചിന്ത മാറാൻ വേണ്ടി എന്റെ കർത്താവ് ഇപ്പോൾ മുഴ സൗഖ്യമാക്കാൻ പോവാ, അപ്രത്യക്ഷമാകാൻ പോവാ. ഇപ്പോൾ തന്നെ തലവേദനകൾ വിട്ടുമാറട്ടെ, കോൾഡ് വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കേൾക്കാത്ത ചെവികൾ കർത്താവ് ഇപ്പൊ തുറന്നതിനെ നന്ദി. ഇനിയും തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഇനി എന്നോട് ഈ സ്കിന്നിലുള്ള റാഷസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാട് ഇങ്ങനെ എന്നോട് ഇത് കാണാവുന്ന ഒരു ഇടത്താണ്. നിങ്ങളത് പല തവണയും മറയ്ക്കാൻ നോക്കി. അത് ചെറിയൊരു കുഴപ്പമില്ല, അതിപ്പോൾ മാറാൻ പോവാ. ഇപ്പോൾ ആ കര അവിടെ വെച്ചോ. ജീവൻ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സൗഖ്യമാക്കിയതിനായി നന്ദി പിതാവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you. See you tomorrow for an exciting journey with the Holy Spirit on Rise and Shine. God bless you.